ആഹാ, അപ്പോൾ അവസാനം അനുവിൻ്റെ എക്സ്പ്ലോറൊക്കെ കഴിഞ്ഞു? അതൊക്കെ എവിടുന്ന്, അവൾ ഇനി എൻ്റെ കൂടെ ഒരുമിച്ചങ്ങ് എക്സ്പ്ലോർ ചെയ്താൽ മതിയെന്ന് വീട്ടുകാരങ്ങ് തീരുമാനിച്ചു. ആഹാ, കൊള്ളാം. അപ്പം രണ്ടിനെയും പൂട്ടാൻ തീരുമാനിച്ചല്ലേ? ജാൻവി സന്തോഷത്തോടെ ചോദിച്ചു. അതേ പെങ്ങളുട്ടിയെ, എല്ലാ തീരുമാനമായി. അധികം ദിവസമൊന്നുമില്ല. അളിയന്മാരും പെങ്ങന്മാരും ഒക്കെ നേരത്തെ അങ്ങ് എത്തിക്കോണം. ഓ, അത് ഞങ്ങൾ ഏറ്റാങ്ങളെ. അതാ കണ്ടുപടി അളിയന്മാരെ, എൻ്റെ പെങ്ങന്മാരെ. അതെ അതെ, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞങ്ങളും ഇത് തന്നെ പറയും. ആരവും സിദ്ധുവും ഒന്നിച്ച് പറഞ്ഞു. ഈ അപ്പൂസിനൊരു കാര്യം, എൻ്റെ കുഞ്ഞെ സത്യമായിട്ട് ഇവിടെ ആരുമില്ല. ഇടയ്ക്കിടയ്ക്ക് അപ്പൂസിൻ്റെ ഒരു പരിപാടിയാണ്. കിടത്തുമ്പോൾ ജാൻവിയുടെ മുകളിൽ കയറി കിടന്നിട്ട് ടോപ്പ് പൊക്കി വയറിൽ തല ചേർത്ത് വെച്ച് വാവയെന്ന് പറഞ്ഞ് ഓരോന്ന് പറയുന്നത്. അത് കാണുമ്പോഴേ ജാൻവി പറഞ്ഞു തിരുത്താൻ നോക്കും. എന്നിട്ട് എവിടുന്ന് അപ്പൂസ് ആര് പറഞ്ഞാലും കേൾക്കില്ല. പുള്ളിക്ക് അവൾ പറയുന്നതാണ് ശരി. ഓരോ സിനിമ വരുത്തി വെക്കുന്ന പുകിലേ, ഞാൻ പോലും അറിഞ്ഞില്ല എൻ്റെ പെണ്ണിൻ്റെ വയറ്റി വാവയാണെന്ന്. ദേ, എൻ്റെ മോക്കറിയാം. നിനക്കറിയാമോടാ കണ്ണ എന്ന് പറഞ്ഞ് ആരവ് തൻ്റെ നെഞ്ചിൽ കിടക്കുന്ന കണ്ണനോട് ചോദിച്ചു. അത് കേട്ട് കണ്ണനൊന്നും മനസ്സിലായില്ലെങ്കിലും അറിയാമെന്ന് തലയാട്ടി. അതുകൂടി കണ്ടപ്പോൾ ആരവ്, കണ്ണനും അറിയാവോ എന്ന് ചോദിച്ചു. എൻ്റെ ആരവേട്ടാ, പിള്ളേരൊരു വട്ട് പറയുന്നത്, ഇനി ഏട്ടനും കൂടി തുടങ്ങും. ഒന്ന് പോ എൻ്റെ ജാൻവിപ്പെണ്ണെ. പിള്ളേർ ടി വി കണ്ടപ്പോൾ അവർക്ക് തോന്നി അവരുടെ അമ്മയുടെ വയറ്റിലും വാവയുണ്ടെന്ന്. അതാ അവരങ്ങനെയൊക്കെ പറയുന്നതും കാട്ടുന്നതും. അല്ലത് വട്ടൊന്നുമല്ല കേട്ടോ. അടുത്ത് കിടക്കുന്ന ജാൻവിയെ നോക്കി ആരവ് പറഞ്ഞു. അമ്മേ, വിജയ് ആരെ വാവയെ കൊണ്ടുവെക്കുന്നേ? അപ്പൂസ് ജാൻവിയുടെ വയറിൽ തൊട്ടുകൊണ്ട് ചോദിച്ചു. ആ ചോദ്യം കേട്ടതും ജാൻവിക്ക് എന്തു പറയണമെന്നറിയാതെയായിപ്പോയി. ഒരു സഹായത്തിനെന്നോണം ആരവിനെ നോക്കി. എവിടുന്ന്? സീലിംഗ് ഫാൻ കറങ്ങുന്നു നോക്കി കിടക്കുകയാണ്. ഒന്നും അറിയാത്തതുപോലെ ആരവ്. അവിടെ പെട്ടെന്ന് മറ്റൊരു കുഞ്ഞു ശബ്ദമുയർന്നു. അജയ്, അമ്മ വാവയെ വിൽക്കുമ്പോൾ അല്ലേ അത് അവിടെ വരുന്നേ? എനിക്ക് ചോറ് വാറ്റരുമ്പോൾ അമ്മ പറയില്ലേ അത് വയറിലാ പോകുന്നെന്ന്, ഇല്ലേ അമ്മേ? അതും കൂടി കേട്ടപ്പോൾ ആരും ഉറക്ക ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ കുഞ്ഞൂസേ, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ദൈവമാണ് ദേ ഇവിടെ വാവയെ കൊണ്ടുതരുന്നത്. ആരവോ പറഞ്ഞുകൊണ്ട് ജാൻവിയുടെ വയറിൽ തൊട്ട് കാണിച്ചു. എന്നാൽ ആ നിമിഷം ജാൻവി ശ്വാസം പോലും വിടാൻ മറന്നു അവിടെ തന്നെ കിടന്നു. എന്നാൽ ജാൻവിയുടെ മാറ്റങ്ങളെല്ലാം ആരവും അറിയുന്നുണ്ടായിരുന്നു. അവളുടെ ഹൃദയമെടുപ്പ് ക്രമാതീതമായി ഉയർന്നതും എല്ലാം ആരവ് മനസ്സിലാക്കി. അത് കാര്യമാക്കാതെ ആരവ് തൻ്റെ ജാൻവി പെണ്ണിനെയും തൻ്റെ കുഞ്ഞിക്കളികളെയും ചേർത്ത് പിടിച്ച് കണ്ണുകളടച്ച് ഉറക്കത്തിലേക്ക് വഴുതി വീണു. അയ്യേ, എനിക്ക് ഈ ഉടുപ്പ് വേണ്ട. മോനിത് നല്ല ഉടുപ്പല്ലേ, നോക്കിയേ എന്ന് പറഞ്ഞ് ജാൻവി കയ്യിൽ നിന്നുടുപ്പ് അവൻ്റെ ദേഹത്ത് വെച്ച് കാണിച്ചു. ഇത് വേണ്ട, എനിക്ക് പപ്പായുടെ ഉടുപ്പ് പോലത്തെ മതി എന്നും പറഞ്ഞ് റോയൽ ബ്ലൂ ഷർട്ടും കസവും മുണ്ടും എടുത്തു നിൽക്കുന്ന ആരവിനെ ചൂണ്ടിക്കാട്ടി അവൻ പറഞ്ഞു. അത് കേട്ട് ആരവ് ചിരിച്ചുകൊണ്ട് കണ്ണൻ്റെ അടുത്ത് വന്ന് അവനെ എടുത്തു. എന്നിട്ട് പറഞ്ഞു, കണ്ണപ്പാ, മോൻ കുഞ്ഞല്ലേ, അപ്പോൾ എങ്ങനെ മുണ്ടൊക്കെ ഉടുക്കുക? വീടില്ലേ, നമുക്ക് ഇത്തിരി വലുതായിട്ട് മുണ്ടുടുക്കാം. ഇപ്പോൾ കണ്ണപ്പം പപ്പ പറയുന്ന കേക്കില്ലേ, നല്ല കുട്ടിയല്ലേ എന്ന് ആരവ് ചോദിച്ചതും ആ പപ്പ എന്ന് കണ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആരവ് ജാൻവിയുടെ കയ്യിൽ നിന്നും അവൾ പിടിച്ചുകൊണ്ടിരുന്ന കണ്ണൻ്റെ ഉടുപ്പ് വാങ്ങി കണ്ണൻ ഇട്ടുകൊടുത്തു. റോയൽ ബ്ലൂ കുഞ്ഞു ഷർട്ടും വെള്ള കുട്ടിപ്പാൻറ്റുമായിരുന്നു കണ്ണൻ്റെ ഡ്രസ്സ്. ആരവ് ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നതും അതിനടങ്ങി നിന്ന് കൊടുക്കുന്ന കണ്ണനെ നോക്കി കാണുകയായിരുന്നു ജാൻവി. ഹലോ ജാൻവി പെണ്ണെ, എന്താ ഈ നോക്കുന്നത്? ഷോ, എനിക്ക് നാണം വരുന്നു എന്ന് പറഞ്ഞ് എന്തൊക്കെയോ മുഖം പൊത്തി കാണിക്കുന്ന ആരവിനെ കണ്ട് ജാൻവിക്ക് ചിരി വന്നു. എൻ്റെ പൊന്നാരവേട്ട, നിങ്ങൾക്ക് ഇതിന് മാത്രം നാണമൊക്കെ എവിടുന്ന് വന്നു എന്ന് പറഞ്ഞ് ചിരിക്കുന്ന ജാൻവിയെ നോക്കി ആരവ് പറഞ്ഞു. അച്ചോടാ, ചേട്ടന് നാണമില്ലെങ്കിൽ എന്താ, അതിനും കൂടെ ചേർത്ത് നിനക്കുണ്ടല്ലോ. പിന്നെ നിന്റെ മുഖത്തിപ്പോൾ ഞാൻ നാണം കൊണ്ടുവരട്ടെ, കാണോ നിനക്ക് എന്ന് പറഞ്ഞ് ജാൻവിയുടെ അടുത്തേക്ക് നടന്നതും തൻ്റെ വലത്തെ കൈ കൊണ്ട് ആരവിൻ്റെ നെഞ്ചിൽ കൈവച്ച് തടഞ്ഞുകൊണ്ട് പറഞ്ഞു. എൻ്റെ ആരവേട്ട, ഇത് നിങ്ങളുടെ അളിയൻ്റെ കല്യാണം. ഇവിടെ നാണമൊക്കെ ഉണ്ടായിക്കൊണ്ട് നിന്ന് സമയം പോവേ, നേരത്തെ വരണമെന്ന് പറഞ്ഞ അനുപോയിരിക്കുന്നത്. അവളെ ഇപ്പോൾ വിജി ഒരുക്കാൻ കൊണ്ടുപോയി കാണും. കൂടെ നമ്മുടെ കാന്താരിയുണ്ട്. അവളവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടും ദൈവത്തിനറിയാം. എത്രയും വേഗം നമുക്ക് അങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞ് ജാൻവി ആരവൻ്റെ അടുക്കൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ പോയതും ആരവ് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് തൻ്റെ നെഞ്ചത്തേക്ക് വലിച്ച് അടുപ്പിച്ചു. ആദ്യത്തെ പകപ്പൊന്നു മാറിയതും ജാൻവി എന്ന് മുഴുവൻ വിളിക്കുന്ന മുൻപേ ആരവിൻ്റെ ചൂണ്ടുവിരൽ ജാൻവിയുടെ ചുണ്ടുകളിൽ മറതീർത്തു. നീ ഇപ്പോൾ ഒന്നും പറഞ്ഞതിനെ ഓർമ്മിപ്പിക്കേണ്ട ജാൻവിപ്പെണ്ണെ, നമുക്ക് വേഗം തന്നെ അളിയൻ്റെ അടുത്ത് പോവാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് കിട്ടാനുള്ളതാണ്, എന്നിട്ട് ഞാൻ പോവാം
എന്ന് കുറുമ്പോട് പറയുന്ന ആരവിനെ കണ്ടപ്പോഴേ വേറെ വഴിയില്ലെന്ന് മനസ്സിലാക്കിയ ജാൻവി ആരവിൻ്റെ വലതേ കവിളിൽ തൻ്റെ പ്രണയ ചുംബനം നൽകി. ഇനി പോകാലോ? ജാൻവി ചോദിച്ചു. നീ ധൃതി വെക്കാതെ ജാൻവി പെണ്ണെ, നീ എനിക്ക് തോന്നില്ലേ? അപ്പോൾ പിന്നെ എൻ്റെ പെണ്ണിന് ഞാൻ തരണ്ടേ എൻ്റെ സമ്മാനം എന്ന് പറഞ്ഞ ജാൻവിയുടെ ഇരു കവിളിലും ആരവ് തൻ്റെ സ്നേഹ ചുംബനം നൽകി. ഇനി വാ, നമുക്ക് അളിയൻ്റെ കല്യാണം കൂടാം എന്ന് പറഞ്ഞ ആരവ് ജാൻവിയെയും കണ്ണനെയും കൊണ്ട് റൂമിൽ നിന്ന് ഇറങ്ങി. ഡാളിയെ, നീ ഇത് എവിടെ ആയിരുന്നു? ഞാൻ റൂമിലുണ്ടായിരുന്നു, കണ്ണനെ ഒരുക്കുമായിരുന്നു. കണ്ണനെ നീ ഒരുക്കിയെന്നോ? അപ്പോൾ പെങ്ങൾ അവിടെ എന്ത് ചെയ്യായിരുന്നു? അത് അവൾ അപ്പുവിനെ ഒരുക്കുമായിരുന്നു, ആരവ് പതർച്ചയോടെ പറഞ്ഞു. എൻ്റെ പൊന്നളിയോ, നിനക്കൊരുക്കാനായിട്ട് കല്യാണച്ചെറുക്കനായ ഞാനിവിടെ ഉള്ളപ്പോൾ അളിയനും പെങ്ങളും കൂടി കുഞ്ഞിക്കണ്ണി ഒരുക്കി ഇത്രയും സമയം കളഞ്ഞത് ശരിയായില്ല, അജീഷ് ആരവിനെ കളിയാക്കി പറഞ്ഞു. എൻ്റെ പൊന്നാരവേ, നീ അവിടെ ആരെയെ ഒരുക്കിക്കൊണ്ടിരുന്നൊക്കെ ഞങ്ങൾക്കറിയാം. ഇനി ഒന്നും പറയണ്ടടാ അടിയാ. രണ്ടളിയന്മാരുടെയും കളിയാക്കൽ കേട്ട് ആരവിന് തൃപ്തിയായി. പിന്നെ ഇതൊക്കെ ശീലമായതുകൊണ്ടും ആരെന്ത് പറഞ്ഞാലും ആരവിനതൊന്നും പ്രശ്നമേ ഇല്ലാത്തതുകൊണ്ടും ആരവിന് സിദ്ധുവിൻ്റെ അജീഷിൻ്റെയും കളിയാക്കലൊന്നും ഏശ്യതയില്ല. അനുവിനെ ഒരുക്കുന്ന മുറിയിലേക്ക് കയറിയ ജാൻവിയെ വരവേറ്റത് കുഞ്ഞിപ്പെണ്ണാണ്. അമ്മേ എന്ന് വിളിച്ച് ഓടി വന്നു കുഞ്ഞിപ്പെണ്ണ്. ജാൻവിയുടെ കാലിൽ ചുറ്റിപ്പിടിച്ചു. ആഹാ, എൻ്റെ അപ്പൂസ് ഇവിടെ അനുമാമി ഒരുക്കുമായിരുന്നോ എന്ന് ചോദിച്ച് അവളെ വാരിയെടുത്ത് നെറ്റിയിൽ ചുംബിച്ചു. അജയ്, ഞാനൊക്കെയല്ലോ പൂവെത്തുകൊത്തോ പൊത്തുകുത്തിക്കൊത്തോ. അപ്പൂസ് കൈയൊക്കെ വെച്ച് ആക്ഷനൊക്കെ കാണിച്ചു കൊടുത്തു. അതെ, അമ്മ എന്നെ മറന്നു വരും, മോളെന്നെ ഓർക്കാനുണ്ടായിരുന്നു. കണ്ണനെ ഒരുക്കാനെന്നും പറഞ്ഞു പോയിട്ട് എത്ര നേരമായി? എന്നിട്ട് ഈ ഉടുപ്പ് പിടിപ്പിക്കാനാണോ ജാൻവി ഇത്രയും നേരം എടുത്ത്? കൊള്ളാമല്ലോ അല്ലേ അനുവേ എന്ന് പറഞ്ഞ് വിജി കളിയാക്കി പറഞ്ഞപ്പോൾ ജാൻവി ആകെ ചമ്മി. അജീഷിന്റെ പെങ്ങളുടെയും അളിയന്റെയും സ്ഥാനത്ത് നിന്ന് ചടങ്ങൊക്കെ ആരവും ജാൻവിയും, അതുപോലെ അനുവിന്റെ സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് സിദ്ധുവും, നാത്തുവിന്റെ സ്ഥാനത്ത് നിന്ന് വിജിയും തങ്ങളുടെ കർത്തവ്യം നിർവഹിച്ചു. അജീഷിന്റെ അമ്മയ്ക്കും അനുവിന്റെ അച്ഛനും അമ്മയ്ക്കും ബന്ധുക്കൾക്കും അവരെ 4 പേരെയും പിന്നെ കുഞ്ഞുക്കളെയും സ്വന്തം ബന്ധുക്കളെ പോലെ വലിയ കാര്യമായിരുന്നു. അവരായിരുന്നു അവിടുത്തെ താരങ്ങൾ. അങ്ങനെ ചടങ്ങൊക്കെ അവരെല്ലാവരും കൂടി അടിച്ചു പൊളിച്ച് ആഘോഷിച്ച് രാത്രിയിലാണ് അവരെല്ലാം വീട്ടിലെത്തിയത്. വന്നപാടെ ക്ഷീണമുള്ളത് കൊണ്ട് എല്ലാവരും അപ്പോഴേ കിടക്കയിലേക്ക് വീണു. രാവിലെ ഹോസ്പിറ്റലിൽ പോകാനായി ഒരുങ്ങിയിറങ്ങി ഹാളിൽ സിദ്ധുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു ആരവ്. ശനിയാഴ്ച ആയതുകൊണ്ട് ജാൻവിക്കും മക്കൾക്കും പോകണ്ടാത്തതുകൊണ്ടും മക്കളെ കളിപ്പിച്ച് ജാൻവിയും ഹാളിലിരിപ്പുണ്ട്. അപ്പോഴാണ് സിദ്ധു പാഞ്ഞു വന്ന് ആരവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞത്. അത് കണ്ട് ആരവിന് ആകെ പേടിയായി. എന്താടാ സിദ്ധു, എന്തിനു നീ കരയണേ? കാര്യം പറ, ആരവ് ടെൻഷനോടെ ചോദിച്ചു. അത് എടാ ആരവൂട്ട, ഞാനൊരു അച്ഛനാകാൻ പോവാടാ എന്ന് കണ്ണു നിറച്ച് ചിരിച്ചുകൊണ്ട് പറയുന്ന സിദ്ധുവിനെ കണ്ടപ്പോൾ ആരവ് അവനെ കെട്ടിപ്പിടിച്ചു. കോൺഗ്രാറ്റ്സ് സിദ്ധുക്കുട്ടാ, അങ്ങനെ ഞാൻ ഒരു അമ്മാവനാകാൻ പോകുന്നു അല്ലേ? എന്തി എൻ്റെ നാത്തു, ഞാൻ പോയി ഒന്ന് കാണട്ടെ എൻ്റെ ആങ്ങളെ. അവൾ മുറിയില്ല, വലിയ ഡോക്ടറാണേലും ചമ്മല്. പ്രസവം എടുക്കുന്ന എൻ്റെ നാത്തുവിന് ചമ്മലോ? ഞാൻ എന്തായാലും എൻ്റെ അനന്തരൻ്റെ വരവ് ആഘോഷിക്കും. ആദ്യം പോയി നാത്തുവിനെ കാണട്ടെ എന്നു പറഞ്ഞ് ജാൻവി സിദ്ധുവിൻ്റെ മുറിയിലേക്ക് പോയി. അപ്പൂസേ, കണ്ണ, നിങ്ങൾ അറിഞ്ഞോ? നിങ്ങൾ സിദ്ധുമമ്മനൊരു വാവയുണ്ടാകാൻ പോവാണെന്ന്. നിങ്ങളോട് കളിക്കാനേ ഒരാൾ കൂടി വരും. അത് കേട്ടപ്പോഴേ 2 പേരുടെയും കണ്ണുകൾ വിടർന്നു. 2 പേരും കൂടി സിദ്ധുവിൻ്റെ മടിയിൽ വലിഞ്ഞു കയറി. സത്യം? അപ്പൂസ് സിദ്ധുവിനെ നോക്കി ചോദിച്ചു. ആടാ അപ്പൂസേ, സത്യം. സിദ്ധുമാമൻ ഒത്തിരി പ്രാർത്ഥിച്ചോ വാവയുണ്ടാകാൻ? അതല്ലേ വാവയായേ? കണ്ണൻ്റെ ചോദ്യം കേട്ട് സിദ്ധു ഇവൻ എന്താ പറയുന്നതെന്ന് അറിയാൻ ആരവിനെ നോക്കി. അപ്പോൾ ആരവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് പിള്ളേർ വാവ എങ്ങനെ വയറ്റി ഉണ്ടാവുന്നതെന്ന് ചോദിച്ചപ്പോൾ ജാൻവിയുടെ പുറകെ കൂടി. വേറെ വഴിയില്ലാതെ ഞാൻ പറഞ്ഞതാ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വയറ്റിൽ വാവയെ തരുമെന്ന്. ഓ അങ്ങനെ, ഞാൻ വിചാരിച്ചത് എന്താ ഈ പറയുന്നതെന്ന് സിദ്ധു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങൾ അവർക്ക് ആഘോഷങ്ങളായിരുന്നു. ജാൻവി ഓരോന്നും ഉണ്ടാക്കി കൊടുത്ത് വിജിയുടെ കൂടെ തന്നെയായിരുന്നു. സിദ്ധു ആണെങ്കിൽ എന്തിനും ഏതിനും വിജിയെ പിടിച്ചുകൊണ്ടേ നടക്കൂ. ഇടയ്ക്കിടയ്ക്ക് വിജിയുടെ അമ്മയും അച്ഛനും അവിടെ വന്നു നിന്ന് മകളെ നോക്കി. ജാൻവി ഉള്ളതുകൊണ്ട് ആ അച്ഛനും അമ്മയ്ക്കും തൻ്റെ മകളുടെ കാര്യത്തിൽ പേടിയില്ലായിരുന്നു. ഇടയ്ക്ക് അജീഷും അനുവും വന്ന് വിജിയുടെ വിശേഷം അറിഞ്ഞു. കൂടെ കണ്ണനെയും അപ്പൂസിനെയും കാണാൻ അപ്പൂസും കണ്ണനും വാവ് വരുന്ന സന്തോഷമുണ്ടെങ്കിലും ഇപ്പോഴും അമ്മയുടെ വയറ്റിലും വാവ് വരണേ എന്ന പ്രാർത്ഥനയിലാണ്.
ആരവിന് മനസ്സ് മുഴുവൻ താൻ തൻ്റെ അംശങ്ങളെ ചുമന്ന് തൻ്റെ പ്രിയപ്പെട്ടവളെ ഒന്ന് ചേർത്ത് പിടിച്ചില്ലല്ലോ എന്ന കുറ്റബോധത്തിലുമായിരുന്നു. സിദ്ധുവിൻ്റെ വിജയോടുള്ള കരുതൽ കാണുമ്പോൾ ആ സമയം തൻ്റെ പെണ്ണിനെ താൻ ശ്രദ്ധിച്ചില്ലല്ലോ എന്ന വേദനയായിരുന്നു ആരവിന്. ആരവിൻ്റെ ഈ ഭാവങ്ങളെല്ലാം മനസ്സിലാവുകയും ചെയ്തു. സിദ്ധു എന്ന അച്ഛനും ഭർത്താവും ചെയ്തതൊന്നും തനിക്കന്ന് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് ആരവ് വിഷമിക്കുകയാണെന്നും ജാൻവിക്ക് മനസ്സിലായി. രാത്രിയിൽ മക്കൾ ഉറങ്ങിയിട്ടും കണ്ണു തുറന്ന് എങ്ങോട്ടോ നോക്കി എന്തോ ആലോചിച്ച് കിടക്കുന്ന ആരവിനെ കണ്ട് ജാൻവി തൻ്റെ മുകളിൽ കിടന്നിറങ്ങുന്ന അപ്പൂസിനെ ബെഡിലേക്ക് കണ്ണൻ്റെ അടുത്ത് കിടത്തി പുതപ്പിച്ചു കൊടുത്തിട്ട് എഴുന്നേറ്റ് ആരവ് കിടക്കുന്ന സൈഡിൽ പോയിരുന്നു. ആരവേട്ട, ജാൻവിയുടെ വിളി കേട്ട് ആരവ് അവളെ നോക്കി. നീ ഉറങ്ങിയില്ലേ? ഇല്ലല്ലോ. ആരവേട്ടൻ ഇങ്ങനെ എന്തോ ആലോചിച്ചിരിക്കുമ്പോൾ ഞാനെങ്ങനെ ഉറങ്ങാനാ? അതോ ഞാൻ ഹോസ്പിറ്റലിലെ ഓരോ കാര്യം ആലോചിക്കുകയായിരുന്നു. എൻ്റെ ആരവേട്ട, നിങ്ങൾക്ക് കള്ളം പറയാൻ അറിയില്ല, ജാൻവി പറഞ്ഞു. ആരവേട്ടൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം. എന്നെ ഞാൻ അറിയാതെ ആരവേട്ടൻ അന്നൊക്കെ നോക്കുന്നതും ഞാൻ ഉറങ്ങിയെന്ന് കരുതി കുഞ്ഞിനെ തൊട്ട് നോക്കിയതും ചുംബിച്ചതും ഒക്കെ എനിക്കറിയാം. പിന്നെ എന്തിനാ ഈ കുറ്റബോധം? അന്ന് ആരവേട്ടൻ്റെ ജീവിതം അങ്ങനെ ആയതുകൊണ്ടല്ലേ. പക്ഷെ ഇപ്പോൾ കുഞ്ഞുങ്ങളെ എന്നെ നന്നായിട്ടല്ലേ കൊണ്ട് നടക്കുന്നത്? ആരവിനെ നോക്കി ജാൻവി ചോദിച്ചു. പക്ഷേ ആ നാളുകൾ അതെനിക്ക് നഷ്ടമായില്ലേ? എൻ്റെ കുഞ്ഞിൻ്റെ തുടുപ്പുകൾ എൻ്റെ പ്രിയപ്പെട്ടവളുടെ ഉദരത്തിൽ നിന്നറിയാൻ, എൻ്റെ അംശത്തെ ചുമക്കുന്നവളെ സ്നേഹവാത്സല്യത്തോടെ പരിചരിക്കാൻ, അവൾക്ക് കൊതിയുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കാൻ, എൻ്റെ കുഞ്ഞിൻ്റെ ഓരോ വളർച്ചയും സ്കാനിങ് ചെയ്യുമ്പോൾ കൂടെ കയറിയ സ്ക്രീനിൽ എൻ്റെ കുഞ്ഞിൻ്റെ ആദ്യ തുടുപ്പ് കാണാൻ, എല്ലാം എൻ്റെ വാശി കാരണം ഞാൻ തന്നെ നഷ്ടപ്പെടുത്തി എന്ന് വേദനയോടെ തൻ്റെ കണ്ണും നിറച്ച് പറയുന്ന ആരവിനെ കണ്ടപ്പോൾ ജാൻവി, സാരമില്ല, ഈ നമുക്കുണ്ടാകുന്ന കുഞ്ഞിനെ നമുക്കങ്ങനെ നോക്കാം, എന്താ? ജാൻവി ആരവിൻ്റെ കൈവെള്ളയിൽ കോരിയെടുത്ത് ചോദിച്ചു. എന്നിലെ പ്രണയത്താൽ നിന്നിൽ വിരിയേണ്ടിരുന്ന നമ്മുടെ അംശങ്ങളെ വെറും എഗ്രിമെൻ്റ് എന്ന പേരിൽ ഞാൻ എന്നിൽ അടിച്ചേൽപ്പിച്ചതല്ലേ? പക്ഷേ ഇനി നമ്മളിൽ വിടുന്ന പൂക്കൾ അടിച്ചേൽപ്പിക്കലിലൂടെയല്ല, നമ്മുടെ പ്രണയത്തിൻ്റെ തീവ്രതയിൽ പുഷ്പിക്കേണ്ടതാവണം, നമ്മുടെ പ്രണയവല്ലിരിയിൽ. ഓ ആയിക്കോട്ടെ, ഇപ്പം എൻ്റെ മോനുറങ്ങ്, ഞാൻ ഫ്രഷ് ആകട്ടെ. ഇന്ന് രണ്ടിൻ്റെയും പുറകെ നടത്താൻ കാരണം ഞാൻ ആകെ ക്ഷീണിച്ചു. ആരവേട്ട, മക്കളുണ്ടെങ്കിൽ ഒന്ന് തട്ടിക്കൊടുത്തേക്കണേ. അത് പറഞ്ഞ് അവൾ ബാത്റൂമിലേക്ക് കയറി. എല്ലാം ഞാൻ ഏറ്റടി, അവൻ ഒരു കള്ളപ്പുഞ്ചിരിയോടെ പറഞ്ഞു. അവൾ ഒന്ന് ഫ്രഷ് ആകാനായിപ്പോയി. ആരവ് ലാപ്പിലെന്തോ ചെയ്യുകയാണ്. ജാൻവി ഫ്രഷായി കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടിയൊതുക്കുകയായിരുന്നു. പിന്നിൽ നിന്ന് ആരവ് അവളെ തൻ്റെ കൈകൾക്കുള്ളിൽ പൊതിഞ്ഞു. അവൻ്റെ ശ്വാസം അവളുടെ കഴുത്തിൽ തട്ടിയപ്പോൾ ജാൻവിയുടെ കണ്ണുകൾ അറിയാതെ അടഞ്ഞു. മക്കൾ. അവർ ഉണരില്ല, നീ പേടിക്കണ്ട. അവൻ ചെറുചിരിയോടെ അവളുടെ തോളിൽ മുഖം ചേർത്തു. ജാൻവിയുടെ വിരലുകൾ അവൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. അവളുടെ കഴുത്തിൽ പതിഞ്ഞിരുന്ന മുടിയിഴകൾ അവൻ മുൻപിലേക്ക് മാറ്റിവെച്ചു. തുടർന്ന് അവളുടെ പിൻകഴുത്തിൽ ഒരു മൃദു ചുംബനം പതിച്ചു. ജാൻവിയുടെ ഹൃദയമിടിപ്പ് വേഗത്തിലായി. ആരവേട്ട,